നമ്മളിപ്പോൾ ഉള്ളത് പൈതൽമലയുടെ അടുത്തുള്ള പൈതൽക്കുണ്ട് എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ്. ഞാൻ പൈതൽമല കയറി നല്ല ക്ഷീണത്തിലാണ്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണ് ഞാനെന്ന്. ഇന്നത്തെ വ്ളോഗ് ഇവരൊക്കെ കൂടെ അങ്ങ് ചെയ്യും. അപ്പോൾ ഹലോ, ഇന്നത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അനുവല്ലാത്ത ക്ഷീണത്തിലാണ്. കാരണം ഞങ്ങൾ പൈതൽമല നടന്നു, പിന്നെ അതിൻ്റെ അനുബന്ധ ഒരുപാട് സ്ഥലങ്ങൾ പോയി. അപ്പോൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി വെള്ളത്തിലിറങ്ങി. ഞാനൊരു ഇത്തിരി സമയം ഇവിടെ ഇതിൻ്റെ കരക്ക് കിടന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ വളരെ ശക്തമായൊരു വെള്ളച്ചാട്ടമാണ്, കൂടാതെ നല്ല ആഴമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ടീം മൊത്തം അവിടെ ഇരുന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ അതുവഴി. അപ്പോൾ ഞാൻ മഴ കൊള്ളുന്ന പോലെ ക്യാമറ പൈതൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിലാണ്. എല്ലാവർക്കും അറിയാം, പൈതൽമല എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1370 അടി ഉയരത്തിലുള്ളതാണ് പൈതൽമല. പലപ്പോഴും പൈതൽമലയിൽ വരുന്ന എല്ലാവരും ഇത് കണ്ടോളണമെന്നില്ല. ഗൂഗിൾ മാപ്പിൽ പോലും ഉൾപ്പെടുത്താത്ത ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങൾ തേടി പിടിച്ച് ഇവിടെ എത്തിയതാണ്. അത്ര കണ്ട് ഭംഗിയാണ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആരും പൈതൽമല വരുന്ന ആരും ഇത് മിസ്സാക്കാതെ പോകരുത് കേട്ടോ. ഓക്കെ, അടുത്ത അപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. കാരണം വലിയൊരു ഫോഴ്സിലുള്ള വെള്ളച്ചാട്ടമാണ്. അനുപടിയുണ്ട്. അനു പറ. അയ്യോ, കിട്ടുവാണോ? ശരിക്കും വെള്ളത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. കുറച്ച് പണിപ്പെട്ട് കയറിയതാണ്. പക്ഷെ നല്ല രസമുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. അല്ല, അവർ നിന്നോട്ടല്ല, അവർക്ക് ആവശ്യം. അപ്പൊ ഇതാ ഞങ്ങൾ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതാ നമ്മളുടെ നീന്തൽ വിദഗ്ധൻ റഫീഖ് ഓൾറെഡി വെള്ളത്തിലാണ്. ഇതാ അതിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ്. അനു ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങണോ വേണ്ടിയോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നു. ഒരാളപ്പുറത്തേക്ക് നീന്തി പോയി. ഓക്കെ, ഓരോടെ ഉണ്ടായാൽ കാണാം.
പോയ തീർന്ന്. അപ്പൊ അതിലെ പറ 2 വാക്ക് പറ. ഇവിടെ പൈതൽ മലയിൽ വരുന്നവരാരും ഇത് കാണാതെ പോകരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏകദേശം 1370ഓളം അടിയുടെ മുകളിലാണ് പൈതൽ മല ഉള്ളത്. അത് അതിന്റെ മുകളിൽ ഒരു വെള്ളച്ചാട്ടം ഉത്ഭവിച്ച് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ഒരു ഫോഴ്സ് എത്രയാണ്. പലപ്പോഴും ഇത് ആരും കണ്ടുപോകണില്ല. അതാണ് ഏറ്റവും വലിയ സത്യാവസ്ഥ. പക്ഷെ ഗൂഗിൾ മാപ്പിൽ പോലുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നാട്ടുകാർക്കൊക്കെ സുപരിതമായ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും സുഖമായിട്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. കുറച്ച് ദൂരെ നടക്കാനുണ്ട്. അപ്പൊ അതാണ് സംഭവം. അതായത് ശരിക്കും പറഞ്ഞാൽ DTPCയുടെ സത്യം പറഞ്ഞാൽ DTPCയുടെ അണ്ടറിലൊന്നുമല്ല, സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇത് ശരിക്കും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളെന്തായാലും പൈതൽമല വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരണം. ഇനി അല്ലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഒരു തവണ ഇവിടെ എന്തായാലും വരാൻ പറ്റും. എന്താ 8 കിലോമീറ്റർ ഉള്ളൂ പൈതൽ മലയിൽ ഏകദേശം കിട്ട്. അത് ആലോചിച്ച് നോക്കുക. ഒരു ദിവസം രാവിലെ എന്തായാലും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പൈതൽ മലയ്ക്ക് വരുന്ന ഒരാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ പോരാ. ഒരു പുലർച്ചെ 5 മണി 6 മണി 7 മണി ആകുമ്പോൾ അവിടെ എത്താൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 മണി 12 മണിയൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതുകൊണ്ട് ഒരു സൂപ്പർ കുളി കുളിക്കാം, പുറത്ത് ഇറങ്ങി നല്ലൊരു ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകാം. ഒരു 1 ഡേ ട്രിപ്പുകൾക്കൊക്കെ ഏറ്റവും പറ്റിയ സ്ഥലമാണ്. അത് പറഞ്ഞപ്പോഴാണ് വെറുതെ പൈതൽ മലക്ക്. പക്ഷേ പൈതൽ മലയിൽ ഒഫീഷ്യലി ഓപ്പണിംഗ് 9 മണിക്കാണ്. അതിന്റെ മുന്നേ അങ്ങോട്ട് പോകുന്നവരുണ്ട്. ഞങ്ങളങ്ങനെ പോയിട്ടില്ല കേട്ടോ, സത്യം. ഞങ്ങൾ 6 മണിക്ക് പോയിട്ടേ ഇല്ല അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളും പൈതൽ മലക്ക് വരുമ്പോ 9 മണിക്ക് പോവാ ഒഫീഷ്യലി അല്ലേ. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോവാ അല്ലേ. ടിക്കറ്റ് എടുത്ത് പോട്ടെ. അതാണ്. അപ്പൊ പൈതൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് അല്ലേ. എല്ലാവരും പൈതൽ മല വരുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഇങ്ങോട്ട് വരണം. അപ്പൊ എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പൈതൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് ഞങ്ങൾ തിരിച്ചു പോവാണ്. കാരണം എന്താ, ഓട്ട സമയമായി. അപ്പൊ നിങ്ങളെല്ലാവരും വരിക. നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം. അപ്പോൾ അല്ലേ ലാസ്റ്റ് നമ്മൾ അതിലൊരു കാര്യമായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ പറഞ്ഞു തരണ്ട. അപ്പോൾ ഇതാ അതിൽ 2 വരി പാടിയടാ. ഏതെങ്കിലും പൂമരത്തിൽ കാറ്റ് മുളണ പാട്ട്, ആറ്റുകണ്ടിൽ കണക്കിന് വീട്ടിലോടണ പാട്ട്, നടന്നില്ലേ കച്ചമുടി കെട്ടുപോലെ നാം നടന്നില്ലേ. അങ്ങനെ